ദേ, അയാൾ ഈ പറഞ്ഞതിനകത്ത് ഒരു കഴമ്പുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, അയാളുടെ മോളോടാ പോലും ആ കൊച്ചന് ആദ്യം ഇഷ്ടം തോന്നിയത്. പിന്നെ കണ്ടേച്ചാലും അത് തോന്നും. അത്രയ്ക്ക് വിശ്വസുന്ദരിയല്ലേ. ദേ അശ്വതി, നീ മുരളി ഇതൊന്നും ഗൗരവത്തിലെടുക്കാൻ നിന്നേക്കരുതേ, പറഞ്ഞേക്കാം. ഇത് അസൂയാണ് മോളെ. നമ്മുടെ കൊച്ചിന് നല്ലൊരു ബന്ധം കിട്ടുന്നത് അയാൾക്കും അയാളുടെ മോക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. അമ്മയ്ക്കൊരുമ്പോ സീരിയല്ലേ അഭിരാമിയുടെ കല്യാണം മുടക്കാൻ കാഞ്ചനയും അവളുടെ അച്ഛനും ഇതേ ബുദ്ധിയാ പ്രയോഗിച്ചത്. ദേ, ഈ ചതിക്കുഴിയിൽ നമ്മൾ വീഴാതെ നോക്കണം. അയാളുടെ വാക്ക് കേട്ട് വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറങ്കാലുകൊണ്ട് തൊഴിക്കാൻ നിന്നേക്കരുതെന്ന് മുരളിയോട് പറഞ്ഞേക്കണം. ആ, അപ്പു, എനിക്ക് വേണ്ടത് ഒരു ഉത്തരവാണ്. അതിനു വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അല്ലാതെ നിന്റെ ഷോ കാണാനല്ല. ഇത് ഷോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് വെറും ടീച്ചർ മാത്രം മോളെ. ഷോ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. മതി, നിനക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, മിസ് മാളവിക മുരളി ഒന്ന് നിൽക്കണം. മാഡത്തിന് വേണ്ടത് മറുപടിയല്ലേ? ഞാൻ പറയാം. ശരിയാ, വിപിയോട് ഞാൻ നുണയാ പറഞ്ഞത്. നുണയെന്ന് പറഞ്ഞാ നല്ല കല്ല് വെച്ച നുണ. അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചേ. എന്തിനാണെന്ന് ചോദിച്ചാ അതിന്റെ കാരണക്കാരി നീയാ. ഞാനോ? അതെ, ഇന്നലെ നമ്മുടെ വീട്ടുകാർ നമ്മളെ പരസ്പരം വിലക്കി. എന്നിട്ട് നമ്മൾ കണ്ടു, സംസാരിച്ചു, ഒരുമിച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. സത്യമല്ലേ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. ഇന്നലെ അപ്പു അല്ല മാളുവിനെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ ചെന്നത്. അപ്പുവിനെ അന്വേഷിച്ച് മാളുവാ വന്നത്. ശരിയല്ല? സമ്മതിക്കുന്നു. പക്ഷെ അപ്പു ഞാൻ ഇപ്പോഴും ഞാനെന്ന് പറഞ്ഞു തീർത്തോട്ടെ മാഡം. എന്നെ തേടി നീ എന്റെ റൂമിൽ വന്ന നിമിഷം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? അരുൺ ഭാസ്കറിന്റെ പ്രപ്പോസലിനേക്കാൾ നമ്മുടെ പേരൻസിനേക്കാൾ നീ വിലമതിക്കുന്നത് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പാണെന്ന്. എന്താ, നിഷേധിക്കാമോ നിനക്കത്? അപ്പു കഴിഞ്ഞിട്ടേ ഉള്ളൂ മാളുവിന് എന്തും ആരും. ശരിയല്ലേ? തർക്കിക്കാൻ വേണ്ടി നീ അല്ലെന്ന് പറയുമായിരിക്കും. പക്ഷെ നീ ഇനി അത് എത്ര വട്ടം നിഷേധിക്കാൻ ശ്രമിച്ചാലും അതാണ് മാളു സത്യം. അതുകൊണ്ടാ നീ ഇന്നലെ എല്ലാ വിലക്കുകളും മറികടന്ന് എന്റെ റൂമിൽ വന്നത്. നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അതെ, അതാണ് സത്യം. ഞാൻ ഇനി മാറ്ററിലോട്ട് വരാം. ഞാൻ എന്തിന് അച്ഛനോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന്. അരുണിനെ ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന സത്യം നീ വളരെ വൈകി അറിഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെട്ട, ആഗ്രഹിച്ചു പോയ ഒരു പുരുഷനെ ഒരിക്കലും നിനക്ക് ഭർത്താവായി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒറ്റ കാരണം പറഞ്ഞ് നീ പ്രപ്പോസലിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ നീ സേഫ് ആവുന്നു. പാവം അരുൺ ഭാസ്കർ പ്ലിങ്ങി പകച്ച് പണ്ടാറൊടങ്ങുന്നു. നമ്മള് വീണ്ടും പഴയതുപോലെ സന്തോഷത്തോടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അല്പം മെലോ ഡ്രാമയും ക്ലീശയൊക്കെ ഉണ്ടെങ്കിലും സംഗതി ഏൽക്കും. എന്താ ഒന്നും പറയാത്ത? എന്താ, നിനക്ക് ഈ പ്രപ്പോസലിൽ നിന്ന് ഒഴിവാവണമെന്നില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ വിപിയോടെല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞോളാം. പിന്നെ ഒരിക്കലും അപ്പൂനെ അന്വേഷിച്ച് ആരും വന്നു പോരുത്, പറഞ്ഞേക്കാം. സോറി അങ്കിൾ, പറയുന്നതുകൊണ്ട് അങ്കിളിനൊന്നും തോന്നരുത്. ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അതുറപ്പാ. അങ്ങനെ സംശയിക്കാൻ സ്വാഭാവികമായും അരുൺ അവകാശമുണ്ട്. പക്ഷേ പറഞ്ഞത് സത്യമാണെന്ന് ക്ലെയിം ചെയ്യാൻ അതേ അവകാശം അപൂർവയ്ക്കും ഉണ്ടല്ലോ. ഉണ്ടായിരിക്കാം. പക്ഷേ അപൂർവയുടെ ഈ ക്ലെയിം ജെന്യൂൻ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു കൺസേണേ അല്ല. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും അരുൺ?
അപ്പൂന് ഇങ്ങനെ ഒരു താല്പര്യം തന്നോട് ഉണ്ടായിരുന്നു എന്ന് മാളു പറഞ്ഞാ മാളു ഈ ബന്ധത്തിന് സമ്മതിക്കും തോന്നുന്നുണ്ട് അരുണിന്. ഐ എം ഷുവർ അപ്പു ഓക്കെ പറഞ്ഞാൽ പോലും മാളു ഇത് സമ്മതിക്കില്ല. അപ്പൊ അങ്കിളിന്റെ മോളുടെ ഉദ്ദേശം ക്ലിയറാ. മാളവികയെ കൊണ്ട് തന്നെ ഈ പ്രപ്പോസൽ മുടക്കിക്കുക. അതിനുവേണ്ടി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുക. ആ കുട്ടി ഒരു പാവമായതുകൊണ്ട് കൂട്ടുകാർ പറയുന്നത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുമല്ലോ. കൊള്ളാം മോളുടെ ബുദ്ധി, അപാരം തന്നെ. കൂൾ മാൻ. ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പുവിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നതായി എപ്പോഴെങ്കിലും തന്നോട് സൂചിപ്പിച്ചിരുന്നോ എന്ന് മാത്രമേ എനിക്ക് അറിയണ്ടൂ. നോ, നെവർ. പച്ചക്കള്ളം ആ കുട്ടി പറയുന്നത്. ക്യാമ്പസിൽ മറ്റാരോട് തോന്നിയാലും ആ കുട്ടിക്ക് എന്നോടൊരു ഇഷ്ടം ഒരിക്കലും തോന്നില്ല. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ശത്രുതയില. കോളേജിലെ അന്നത്തെ ഇഷ്യോടുകൂടി മാളവികയിൽ നിന്ന് ഞാൻ പിന്മാറുമെന്ന് അങ്കിളിന്റെ മോള് കരുതി. പക്ഷെ എന്റെ വീട്ടുകാരോട് പറഞ്ഞ് ഇതൊരു പ്രപ്പോസലായിട്ട് കൊണ്ടുവരുമെന്നും മാളവികയുടെ പാരൻസ് അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്നും അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു തട്ടിപ്പ് കഥയായിട്ട് ഇറങ്ങിയിരിക്കുക അവള്. അരുണേ, ഒപ്പം പഠിക്കുന്നൊരു കൂട്ടുകാരിയെ കുറച്ചുകൂടി മാന്യമായി അഡ്രസ്സ് ചെയ്തൂടെ? അതും ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ. സോറി, ഇത്തരം ഫ്രോഡ് നമ്പറുകളായി നടക്കുന്ന ആളെ അഡ്രസ് ചെയ്യാൻ ഇത്രയൊക്കെ മാന്യത മതി സർ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ബോയ്സിന്റെ അറ്റൻഷൻ ഒരിക്കലും കിട്ടില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ മൂത്ത് സൈക്കോ ആയി പോയത് ആ കുട്ടി. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്താ ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ പറ്റിയേക്കും. ഇനഫ് അരുൺ, നമുക്ക് ഈ സംസാരം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതാവും നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഹലോ അപൂർവ. അപൂർവ, എക്സ്ക്യൂസ് മീ. ആരിത്? മിസ്റ്റർ അരുൺ ഭാസ്കറോ? എന്താണ് ഇവിടെ ഒരു ചുറ്റിക്കളി? ഇയാളൊന്ന് വന്നേ. എന്താണ് മോനെ ദേവദാസേ, ഇവിടെ ആരെങ്കിലും സെറ്റാക്കാൻ ഇറങ്ങിയതാണോ? അല്ല, ആളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ആരാധികമാർ ഒരുപാട് പേരുണ്ടാവും അറിയാം. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒരുപാട് ആരാധികമാരൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആരാധിക ലൈനിലുണ്ടെന്നറിഞ്ഞ് വന്നതാ. ഓ അങ്ങനെ? എന്നിട്ട് ആളെ കണ്ടോ? നമ്മുടെ ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ പറയണേ. പറ, എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ച? താൻ എന്താ തന്റെ അച്ഛനോട് പറഞ്ഞത്? ആഹാ, അത് കൊള്ളാലോ. ഞാൻ എന്റെ അച്ഛനോട് പലതും പറയും. അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? തന്റെ അച്ഛനോട് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യത്തെ പറ്റിയാ ഞാൻ ചോദിച്ചത്. ആണോ? അച്ഛനോട് ഞാൻ പറഞ്ഞത് എന്താ? സോറി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ വരുമ്പോ ഞാൻ പറയാം കേട്ടാ. താൻ കൂടുതൽ സ്മാർട്ട് ആവണ്ട. എന്നാടോ തന്നോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്? പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. തന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ് മാളു ഞാനും തമ്മിലുള്ള ബന്ധം മുടക്കാനല്ലേ? പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ ഒറ്റ അടിക്കങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ. അരുൺ സാറ് വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ഭയങ്കര ബുദ്ധിയാണല്ലോ. അതെ, ഇതുപോലുള്ള വിഷജന്തുക്കൾക്കിടയില് ഒന്നും പിടിച്ചു നിൽക്കണ്ടേ മോളെ? എന്ത് കണ്ടിട്ടാണോ തന്നെ ഞാൻ പ്രേമിക്കേണ്ടത്? ആരും പ്രേമിച്ചു പോകുന്ന മുതലാണല്ലോ. എടോ, പ്രേമിക്കാൻ പോയിട്ട് പെണ്ണാണല്ലോ എന്നുള്ള വിചാരത്തോടെ
ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു ആൺകുട്ടി തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? തോന്നില്ല. അത്രയ്ക്ക് അറപ്പും വെറുപ്പോ തന്നോട് എല്ലാവർക്കും. അത് തനിക്കും അറിയാം. അതിന്റെ ഫ്രസ്ട്രേഷനിലല്ലേടോ താൻ ഞങ്ങളുടെ റിലേഷൻ കൊളവാക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്രോഡിനെയാണല്ലോ ആ പാവം ആള് ബെസ്റ്റ് ഫ്രണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേടാ, ഞാൻ ഫ്രോഡ് തന്നെയാ. നീ പറഞ്ഞ പോലെ എനിക്ക് ഫ്രസ്ട്രേഷൻ തന്നെയാ. അതിന്റെ കേടാ ഞാൻ തീർക്കുന്നെന്ന് കൂട്ടിക്കോ. പക്ഷെ മോനെ പാക്കരാ, എന്നേക്കാൾ വലിയ ഫ്രോഡായ നിനക്ക് ഞാൻ അവളെ വിട്ടുതരില്ല. അതുകൊണ്ട് അവളെ സ്വന്തമാക്കാന്നുള്ള പൂതി എന്റെ ദേവദാസങ്ങ് മാറുന്നേക്ക്. വിട്ടുതരില്ല ഞാൻ നിനക്കവളെ. പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഐ ചാലഞ്ച് യു. ആ മുരളിയോ? വി പി ഇല്ലേ? അകത്തുണ്ട്. മുരളി അകത്തേക്ക് ചെല്ല്. ഇല്ല, കയറുന്നില്ല. വി പി ഒന്ന് വിളിച്ചേ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ വിളിക്കാമേ. വി പി ആ വരുന്നു. ദേ മുരളി കാണാൻ വന്നിരിക്കുന്നു. എവിടെ? പുറത്തുണ്ട്. ഞാനേ ചായ എടുത്തിട്ട് വരാം. എന്താടോ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. വി പി അരുണിനെ പോയി കണ്ടിരുന്നോ? ആ കണ്ടു. ആ കാര്യം ഞാൻ തന്നോട് പറയാനിരിക്കുകയായിരുന്നു. മുരളി, അരുണുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ആ പയ്യനൊരു ജെനുവിൻ കക്ഷിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് ചില കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് മതി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാനത് അശ്വതിയോട് ഇന്ദിരാമയോട് സൂചിപ്പിച്ചിരുന്നു. അവർ തന്നോട് പറഞ്ഞില്ലേ? അരുൺ അത്ര ജെന്യൂൻ അല്ലെന്ന് ഇപ്പൊ തോന്നാൻ മാത്രം വി പി അയാളെക്കുറിച്ച് എന്താ അറിഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല, അത് പിന്നെ അപ്പു പറഞ്ഞു അല്ലേ? സ്വന്തം മോള് പറഞ്ഞതായതുകൊണ്ട് വി പി അത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്തു. അപ്പു പറഞ്ഞതായതുകൊണ്ട് അത് വിശ്വാസത്തിലെടുക്കാൻ എല്ലാ അവകാശവും ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ അരുണിനെ ചെന്ന് കാണാനും അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആർക്കും അധികാരമൊന്നുമില്ലല്ലോ. അങ്ങനൊരു സാഹസത്തിന് പുറപ്പെടും മുമ്പ് മിനിമം എന്നോടെങ്കിലും ഒന്ന് ആലോചിക്കാമായിരുന്നു. മുരളി, ഞാന് ഈ പ്രപ്പോസൽ മുടക്കാൻ അപ്പുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാവുന്ന അന്ന് ആദ്യം അരുൺ കാണാൻ വന്നപ്പോഴേ എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാ. ഞാനതൊരു തമാശയായിട്ട് എടുത്തുള്ളൂ. പക്ഷെ കളി കാര്യമായെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. ആ പയ്യന്റെ മുന്നിൽ ഞാനാകെ നാണം കെട്ടുപോയി. അപ്പുവിനെ വകതിരിവില്ലെന്ന് വെക്കാം. അത് കേട്ട പതി കേൾക്കാത്ത പതി അയാളോട് അന്വേഷിക്കാൻ വി പി ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേ, തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. വി പി ഇപ്പൊ കാണിച്ചത് ഭയങ്കര ബോറായിപ്പോയി. മുരളി, ഞാനൊന്ന് പറയട്ടെ. അങ്ങനെ ഒരു നുണക്കഥ പറഞ്ഞ് അപ്പുവിനെ ഈ പ്രപ്പോസൽ മുടക്കേണ്ട കാര്യം എന്താ? അത് എന്നോടല്ല, അപ്പുവിനോട് ചോദിക്ക്. എന്തിനാ കൂടെ നടന്നിട്ട് ഈ പണി ഒപ്പിച്ചതെന്ന്? കൂട്ടുകാരിക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോകുന്ന അറിയുമ്പോൾ സ്നേഹവും ആത്മാർത്ഥതയുള്ളവർ അതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലാതെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? മുരളി, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴും താൻ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു. ഇനിയും അപ്പുവിനെ മാളുവിന്റെ നല്ല ഫ്രണ്ടായിട്ട് കാണാൻ തന്നെ എനിക്കിഷ്ടവും. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ പോരല്ലോ. അപ്പു ഇനിയും ഇതുപോലെ പല നമ്പറുകളും ഇറക്കുമെന്ന് അരുൺ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവള് പറയുന്നത് വിശ്വസിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകാൻ നിൽക്കണ്ട. അരുൺ ഒരു മാന്യനായതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഇൻസൾട്ട് അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല.
ആ മര്യാദയും ക്ഷമയും എപ്പോഴും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മുരളി, ഐ എം സോറി. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം തന്നെയോ ആ പയ്യനെയോ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനും എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അരുണും ആളുമായിട്ടുള്ള കല്യാണം നടത്താൻ തന്നെ എൻ്റെ തീരുമാനം. അതുകൂടി പറയാനാ വന്നത്. പോട്ടെ. മുരളി എവിടെ? പോയി. അതെന്താ ഒന്ന് ഇരിക്കുക പോലും ചെയ്യാതെ പോയത്? എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. പാത്രത്തിൽ പടം വരച്ചോണ്ടിരിക്കാതെ വല്ലതും വയറ് നിറച്ച് വാരി കഴിക്കുമോളെ. വെറുതെ വയറ് കാഞ്ഞു നടന്ന് വല്ല സൂക്കേടും വരുത്തി വെക്കണ്ട. നിനക്ക് വേണോ? വേണ്ട. മാളു, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്ര പേരേ ഉള്ളൂ. അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയണം. അപ്പുവിന് അരുണിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴെങ്കിലും അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഒന്ന് ഓർത്തു നോക്കി. മടിക്കണ്ട മോളെ, അച്ഛൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ. എനിക്ക് അറിയില്ല അച്ഛാ. എന്നോട് അപ്പൊ അങ്ങനൊന്നും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. കണ്ടോ മുരളി, ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഇത് അസൂയ. കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തനെ ഇവക്ക് കിട്ടുന്നതിന്റെ കൊതിക്കെറിവ്. പണ്ടുള്ളവര് പറയില്ലേ, ബെടക്കാക്കി തനിക്കാക്കുകയെന്ന്. അതാണ് മോളുടെ അച്ഛന്റെയും മനസ്സിലിരിപ്പ്. എന്റെ അമ്മേ, ഒന്ന് ചുമ്മാതിരിക്കെ. വീപ്പേട്ടൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എത്ര വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാ അവരൊക്കെ. എടി കൊച്ചേ, നിന്റെ മുരളിയുടെയൊക്കെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. വർഷമോ അടുപ്പോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സം ആവില്ല പെണ്ണേ. സ്വത്തിനും മുതലിനും വേണ്ടി കൂടപ്പറപ്പുകൾ തമ്മിൽ കത്തിയും കഠാരയും എടുക്കുന്ന കാലമായത്. അതിലും വലുതൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ അയൽവക്കം അടുപ്പമൊന്നും. അച്ഛനൊരു ഉപകാരം ചെയ്യാമോ? എന്താ? ഈ പ്രപ്പോസൽ ഒന്ന് പെൻഡിങ്ങിൽ വെക്കോ? കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പറ്റി ആലോചിക്കാം. കല്യാണത്തെപ്പറ്റി കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അതിന് അരുണിന്റെ വീട്ടുകാർക്ക് എതിരെ അഭിപ്രായം ഒന്നുമില്ല. അവരാകെ ആവശ്യപ്പെടുന്ന ഒരു കൺഫർമേഷനാ. അതിനിപ്പോൾ നമുക്കൊരു റിംഗ് എക്സ്ചേഞ്ചോ ജാതകം കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വന്നാൽ അതെല്ലാവരെയും ബാധിക്കില്ലേ മോളെ? അതാ അപ്പുവിൻ്റെ കാര്യം ഞാൻ എടുത്തു ചോദിച്ചത്. പോട്ടെ, അപ്പു ചിലപ്പോൾ ഒരു തമാശകളെ ഒപ്പിച്ചതാവും. VP അത് മുഖവിലേക്ക് എടുത്തതും ആവും. അങ്ങനെയാകാനേ വഴിയുള്ളൂ മോളെ. എന്നാലും അച്ഛൻ ചെയ്തത് ബോറായിപ്പോയി. അങ്കിളിനോട് അതിന്റെ പേരിൽ വഴക്കിടണ്ടായിരുന്നു. അതിനാര് വഴക്കിട്ടെന്നാ നീ പറയുന്നേ? അരുൺ പറഞ്ഞപ്പോൾ ഇതിലെന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നി. അത് ഞാൻ VPയോട് നേരിട്ട് ചോദിച്ചു. അത്രേ നടന്നിട്ടുള്ളൂ. അതിലൊരു തെറ്റുമില്ല മുരളി. അഥവാ അങ്ങേർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിന്നോടല്ലേ ആദ്യം പറയേണ്ടത്. അതിന് പകരം അയാൾ ആ കൊച്ചിനോട് പോയി നേരിട്ട് ചോദിച്ചത് മര്യാദയാണോ? ആ പോട്ടെ, ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു വിഷമൊന്നും വേണ്ട. നാളെ വീപ്പേട്ടനെ കാണുമ്പോ നിങ്ങളൊരു സോറി അങ്ങ് പറഞ്ഞേക്ക്. ഇനി അതിന്റെ പേരില് വീപ്പേട്ടനും ഗീതേച്ചിക്കും വിഷമൊന്നും തോന്നണ്ടല്ലോ. എന്തിന്? നീ ഒന്ന് അടങ്ങിയിരി അശ്വതി. മുരളിയുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം അങ്ങനെ പോയി ആരുടെ മുന്നിൽ ചെറുതാകേണ്ട കാര്യമില്ല. ആ കഴിച്ചിട്ട് പോമോളെ. മതി.